കെ സുരേന്ദ്രൻ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ മത്സരചിത്രം പൂർത്തിയായി. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിലൂടെ ശ്രദ്ധേയമായ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടം ഒന്നുകൂടെ സജീവമാവുകയാണ്. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം എന്ന ഒറ്റ വിശേഷണം കൊണ്ട് തന്നെ ദേശീയ ശ്രദ്ധയിലേക്ക് വന്നതാണ് വയനാട് മണ്ഡലം. രാഹുലിനെ എതിർക്കാൻ ദേശീയ നേതാവ് ആനിരാജയെ ഇറക്കിയ LDF മത്സരത്തെ കടുപ്പമുള്ളതാക്കി. കഴിഞ്ഞ തവണ ഘടകകക്ഷിയായ BDJS-നെ നൽകിയിരുന്ന മണ്ഡലം ഏറ്റെടുത്ത BJP സംസ്ഥാന അധ്യക്ഷനെ തന്നെയാണ് പോരിനിറക്കിയിരിക്കുന്നത്. ഇതോടെ ശക്തരായ സ്ഥാനാർത്ഥികളുടെ മത്സരരംഗമായി വയനാട് മാറും. സ്ഥാനാർത്ഥി ശക്തനാണെങ്കിലും വയനാട്ടെ BJPയുടെ നില അത്ര ശക്തമല്ല. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലും വയനാടിന് സ്ഥാനമില്ല. 2019-ൽ BDJS-ന്റെ തുഷാർ വെള്ളാപ്പള്ളി നേടിയത് 78,816 വോട്ടുകളാണ്. 2014-ആകട്ടെ BJPയുടെ റസ്മിൻ നാഥ് 80,752 വോട്ടുകൾ നേടി. അതായത് 1,00,000-ൽ താഴെയാണ് വയനാട്ടിലെ BJPയുടെ വോട്ട് മൂല്യം. ഇതിനെ ഉയർത്തുക എന്ന വലിയ വെല്ലുവിളിയാണ് കെ സുരേന്ദ്രന്റെ മുന്നിൽ BJP ദേശീയ നേതൃത്വം വെച്ചിരിക്കുന്നത്. മത്സരിക്കാനുള്ള നിലപാടെടുത്തിരുന്ന കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. രാഹുലിനെ പോലൊരു സ്ഥാനാർത്ഥിയെ വയനാട് മണ്ഡലത്തിൽ തോൽപ്പിക്കാൻ ആനിരാജയ്ക്കും കെ സുരേന്ദ്രനും കഴിയില്ലെന്ന് ഉറപ്പാണ്. എന്നാൽ കഴിഞ്ഞ തവണ രാഹുൽ നേടിയ 4,31,000 എന്ന ഭൂരിപക്ഷം കുറയ്ക്കുക എന്നതിലായിരിക്കും LDF BJP സ്ഥാനാർത്ഥികളുടെ ഊന്നൽ. മീഡിയ 1 വയനാട്.